10 വർഷം വായിൽ പഴം. UDFന്റെ മദ്യ നയത്തെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം VM സുധീരൻ ഒരു തുറന്ന കത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്നു. ആ തുറന്ന കത്തിന്റെ കോപ്പി വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, എക്സൈസ് മന്ത്രി M ലിജു, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ എന്നിവർക്കും അദ്ദേഹം അയച്ചു. നിയമസഭാ സമ്മേളനം നടക്കുന്ന ആ കാലത്ത് അദ്ദേഹം അയച്ച ആ കത്ത് പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി. ആ കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സർക്കാരിന്റെ മദ്യനയം ഉടനടി പുനഃപരിശോധിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുക. അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏർപ്പെടുത്തിയ നികുതി വഴി കുറഞ്ഞ മദ്യം സംസ്ഥാനത്താകെ ഒഴുക്കാൻ പോകുന്നു. അതുകൊണ്ട് മദ്യ നയം അടിയന്തരമായി പുനഃപരിശോധിക്കുക. VD സതീശൻ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഉന്നയിച്ചിരുന്ന കാര്യമാണ് മദ്യവിരുദ്ധ നയം. അത് എക്കാലത്തെയും കോൺഗ്രസിന്റെ നയമാണ്. ആ നയം VD സതീശൻ സർക്കാർ പിൻവലിക്കണം. ഒരു കാരണവശാലും ഈ മദ്യനയവുമായി മുന്നോട്ടു പോകാൻ പാടില്ല എന്നാണ് അദ്ദേഹം ആ കത്തിൽ പറയുന്ന ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടാണ്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും സതീശൻ സർക്കാർ മുൻ സർക്കാരിന്റെ നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്നാണ് കത്തിലെ രണ്ടാമത്തെ VM സുധീരന്റെ ആവശ്യം. നിർഭാഗ്യവശാൽ ഈ പ്രശ്നം സംബന്ധിച്ച് സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ആ ഫിനാൻസ് ബില്ല് അവതരിക്കുന്ന വേളയിൽ തന്നെ ഈ പ്രപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, VM സുധീരൻ, AK ആന്റണി എന്നിവർ ആദർശത്തിന്റെ ആൾരൂപമായിട്ടാണ് അറിയപ്പെടുന്നത്. കോൺഗ്രസിലെ ആദർശ പുരുഷന്മാരായിട്ടാണ് VM സുധീരനും AK ആന്റണിയും അറിയപ്പെടുന്നത്. മറ്റുള്ളവർക്കൊക്കെ ആദർശമില്ലേ എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല. അതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് കഴിഞ്ഞ 10 വർഷം, അതായത് 2016 മുതൽ 2026 വരെ പിണറായി വിജയൻ ഭരിച്ചപ്പോൾ എവിടെയായിരുന്നു VM സുധീരൻ? പിണറായി വിജയൻ അധികാരത്തിലെത്തുന്ന 2016, അതായത് 1ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്ത് വെറും 29 ബാറുകൾ മാത്രമായിരുന്നു. എന്നാൽ 2026 പിണറായി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം എത്രയായി? 903 എണ്ണമായി. മാത്രമല്ല, ബാറുകളുടെ സമയം നീട്ടിക്കൊടുത്തു. 1 മണിക്കൂർ നീട്ടി സമയം നീട്ടിക്കൊടുക്കുകയും ചെയ്തു പിണറായി സർക്കാർ. എന്നു മാത്രമല്ല, ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അവസാന 2 മാസമാണ് ഈ ബാറുകളിലെ 22 എണ്ണം പിണറായി സർക്കാർ അനുവദിച്ചത് എന്നുകൂടി ഓർക്കണം. അതായത് 60 ദിവസത്തിനുള്ളിൽ 22 ബാറുകൾക്കാണ് പിണറായി സർക്കാർ ലൈസൻസ് കൊടുത്തത്. ഈ 2016 മുതൽ 2026 വരെ, അതായത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്തും 2ാം പിണറായി സർക്കാരിന്റെ കാലത്തും ബാറുകൾ അനുവദിക്കുക എന്നതിലപ്പുറത്തേക്ക് ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾ പുതിയതായി തുറക്കുക എന്നുള്ള നയമായിരുന്നില്ല പിണറായി സർക്കാർ കൈക്കൊണ്ടത്. ബാർ മുതലാളിമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബാറുകൾ ഇങ്ങനെ തുടർച്ചയായി അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ബെവ്കോ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂടുന്നതുമില്ല. ഇത് ബാർ മുതലാളിമാരെ സുഖിപ്പിക്കാനാണ് എന്ന രീതിയിൽ കോൺഗ്രസ് വലിയ ആരോപണമാണ് ഉയർത്തിയത്. ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്നും CPM വലിയ തോതിൽ കോഴ വാങ്ങിക്കൊണ്ടാണ് ഇങ്ങനെ നിരന്തരമായി ബാറുകൾ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു UDFന്റെ നിലപാട്, കോൺഗ്രസിന്റെ നിലപാട്, VD സതീശന്റെ നിലപാട്. അപ്പോഴൊന്നും ഈ VM സുധീരനെ കണ്ടില്ല. 2016 മുതൽ 2026 വരെ പിണറായി വിജയൻ ഇത്രയും ബാറുകൾ 29 ബാറുകളിൽ നിന്ന് 903 ബാറുകളാക്കി ഉയർത്തിയപ്പോഴൊന്നും VM സുധീരൻ കത്തുമായി വന്നില്ല, പ്രസ്താവനയുമായി വന്നില്ല, വാർത്താ സമ്മേളനം നടത്തി പ്രതിഷേധിച്ചില്ല. ഇപ്പോഴെങ്ങനെയാണ് VM സുധീരന് ഇത്തരം ഒരു ആദർശം വന്നത്? ഈ 10 വർഷം അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? ഈ ബാറുകൾ ഇങ്ങനെ തുടർച്ചയായി അനിയന്ത്രിതമായി അനുവദിച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടെയായിരുന്നു VM സുധീരൻ? ഇതാണ് ഇപ്പോൾ VM സുധീരൻ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇത് ഉയർത്തുന്നത് കോൺഗ്രസ്സുകാരാണ്. ഇപ്പോൾ VM സുധീരന് അദ്ദേഹത്തിന്റെ Facebook പേജ് തുറക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം
അറ്റാക്കുകളാണ്, സൈബർ അറ്റാക്ക് നേരിടുകയാണ് വി എം സുധീരൻ. അദ്ദേഹം ഇപ്പോൾ ഓൺ എയറിലാണ്. അത്രമാത്രം കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ അടിച്ച് തകർത്തിരിക്കുകയാണ് സൈബർ ഇടത്തിൽ. എന്തെല്ലാമാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആക്ഷേപം. വന്നല്ലോ വനമാല, 10 വർഷം താൻ എവിടെയായിരുന്നു, വായിൽ പഴമായിരുന്നു എന്നാണ് ഒരു കമന്റ് ചോദിക്കുന്നത്. 2, ഇയാളാണ് ഉമ്മൻചാണ്ടിയെ തകർത്തത്, ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം നശിപ്പിച്ചത്, KPCC അധ്യക്ഷനായിരിക്കെ ഇയാളാണ് എന്നാണ് മറ്റൊരു കമന്റ്. വേറൊരു കമന്റ് വരുന്നു, 10 വർഷം താൻ എവിടെയായിരുന്നു, തന്നെ ഞങ്ങൾ പുറത്താക്കിയതാണ്, ഞങ്ങൾ പ്രവർത്തകർ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ തള്ളിക്കളഞ്ഞതാണ്, വീണ്ടും താൻ എന്തിനാണ് വരുന്നത്, നീ പണി നിർത്തിപ്പൊയ്ക്കോ, എന്തിനാണ് നീ വീണ്ടും വരുന്നത് എന്നാണ് മറ്റൊരു കമന്റ്. ഉമ്മൻചാണ്ടി നശിപ്പിച്ച നീ VD സതീശനെ നശിപ്പിക്കാൻ നോക്കിയാൽ വിവരമറിയുമെന്നാണ് മറ്റൊരു കമന്റ്. അങ്ങനെ സുധീരനെ ഓണയറിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഇതാ വരുന്നു UDF സർക്കാരിന്റെ അന്തകൻ, ഇവനെ സൂക്ഷിക്കുക, ഇയാളെ സൂക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള കമന്റുകൾ കൊണ്ട് വി എം സുധീരന് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. അത്രമാത്രം കമന്റുകളാണ് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത്. സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ കടന്നൽ കൂട്ടം ഇളകി വന്ന പോലെയുള്ള സൈബർ അറ്റാക്കാണ് ഈ പറയുന്ന വി എം സുധീരൻ എന്ന ആദർശ ധീരനെതിരെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ FB പോസ്റ്റിന് കീഴിൽ അഴിഞ്ഞാടുന്നത്. അദ്ദേഹം ആ തുറന്ന കത്ത് തന്റെ FB പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് മുൻപാണ് ആ പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ നോക്കിയാൽ കാണാം അദ്ദേഹത്തിന് എതിരായിട്ടുള്ള സൈബർ അറ്റാക്ക്. അത്രമാത്രം തെറിവിളി, അത്രമാത്രം എണ്ണിയുള്ള അദ്ദേഹത്തിന്റെ കാപട്യങ്ങൾ. ഇയാൾ ആദർശ ധീരനല്ല, ഇയാൾ തട്ടിപ്പുകാരനാണ്. 10 വർഷം മിണ്ടാതിരുന്ന ഇയാൾ പിണറായി വിജയൻ 29 ബാറിൽ നിന്ന് 903 ബാറുകൾ ഉയർത്തിയപ്പോൾ വായിൽ പഴമായിരുന്നു എന്നാണ് ഒരു പ്രവർത്തകൻ ചോദിക്കുന്ന കമന്റ്. ശരിയല്ലേ? ഇദ്ദേഹം എവിടെയായിരുന്നു ഇത്രയും നാളും എന്നുള്ള കോൺഗ്രസ്സുകാരുടെ ചോദ്യം വളരെ കൃത്യമാണ്. അദ്ദേഹം ഈ കത്തെഴുതിയ കാലം ആലോചിച്ചു നോക്കണം. ആ കാലം എന്ന് പറയുന്നത് ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം നിയമസഭ കൂടിയ സമയത്താണ് വി എം സുധീരൻ ഇങ്ങനൊരു കത്തെഴുതുന്നത്. പ്രതിപക്ഷത്തിന് അതൊരു ആയുധമായിരുന്നു. CPM ആ ആയുധത്തെ കൃത്യമായി തന്നെ VD സതീശന് എതിരായി ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ CPM-ന് വിടുപണി ചെയ്യുന്ന ഒരു കപട ആദർശ ധീരനാണ് ഈ വി എം സുധീരൻ. ഇയാളുടെ ആദർശം കപടമാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഈ തുറന്ന കത്തിന് താഴെ വന്നിരുന്ന് കടന്തൽ കൂട്ടത്തെ പോലെ വി എം സുധീരനെ ആക്രമിക്കുകയാണ്. വി എം സുധീരനെ വിശ്വസിക്കാൻ കൊള്ളില്ല. 10 വർഷം മൗനമായിരുന്ന ഇയാൾ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ തകർക്കാൻ ഇറങ്ങിയതുപോലെ VD സതീശനെ തകർക്കാൻ വന്നാൽ വിവരമറിയും എന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിച്ചു തുടങ്ങി. വി എം സുധീരൻ ഇപ്പോൾ താഴെയും നിലത്തും നിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഓണയറാണ്. അത്രമാത്രമാണ് സൈബർ അറ്റാക്ക്. അദ്ദേഹത്തിന്റെ കപടത ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ട് ഇയാൾ ആദർശവാനല്ല, ഇയാൾ ഒരു കള്ള നാണയമാണ്. 10 വർഷം മിണ്ടാതിരുന്ന ഇയാൾ ശുദ്ധ കള്ള നാണയമാണ്. ഇയാളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ നമ്മൾ കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചറിയണം എന്ന രീതിയിൽ അടക്കമുള്ള കമന്റുകൾ കൊണ്ട് ആ കമന്റ് ബോക്സ് നിറഞ്ഞിരിക്കുകയാണ്. വി എം സുധീരൻ എന്ന് പറയുന്ന ഈ ആദർശ കുപ്പായം സ്വയം എടുത്ത് ധരിച്ച, AK ആന്റണിയെ പോലെ സ്വയം ആദർശ കുപ്പായം എടുത്ത് ധരിച്ച വി എം സുധീരൻ കേരളത്തിന് എന്ത് സംഭാവനയാണ് നൽകിയതെന്ന് ചിലർ ചോദിക്കുന്നു. വി എം സുധീരൻ ഈ സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാനല്ലാതെ എന്താണ് കേരള സമൂഹത്തിൽ എന്ത് സംഭാവനയാണ് വി എം സുധീരൻ നൽകിയതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ചോദ്യം. അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നപ്പോൾ പാർട്ടിയെ വളർത്താൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചത്? പാർട്ടിയെ വളർത്തുന്നതിന് അപ്പുറത്തേക്ക് ബാർ കോഴ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് എന്നാണ് മറ്റൊരു കമന്റ്. ഇനി തീർന്നില്ല. ആരോഗ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ വി എം സുധീരൻ എന്ത് സംഭാവനയാണ് കേരളത്തിന് നൽകിയത് എന്ന് ചോദിക്കുന്നു. എന്ത് സംഭാവനയാണ് ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് വി എം സുധീരൻ കേരളത്തിന് നൽകിയത് എന്ന് ചോദിക്കുന്നത് മറ്റാരുമല്ല, സഖാക്കളല്ല, കോൺഗ്രസ് പ്രവർത്തകരാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ട് നിർത്തിയ, ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം ഇല്ലാതാക്കിയ, ഉമ്മൻചാണ്ടിയെ ഇത്രമാത്രം മാനസികമായി തകർത്ത മറ്റൊരു നേതാവില്ല എന്നുള്ള കമന്റുകൾ പറയുന്നത് ഇവിടുത്തെ CPM-കാരനോ CPI-കാരനോ BJP-കാരനോ അല്ല, മറിച്ച് കോൺഗ്രസ് പ്രവർത്തകരാണ്. അവർ ഇതുവരെ അടക്കി വെച്ചിരുന്ന അവരുടെ വികാരമാണ് ഇപ്പോൾ തിളച്ചു പൊന്തുന്നത്. കാരണം നേരത്തെ ഇത്തരത്തിൽ വി എം സുധീരനെതിരെ പ്രതികരിക്കാൻ അന്ന് അവർക്ക് സോഷ്യൽ മീഡിയ പോലുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നു. അതുകൊണ്ട് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഇതുവരെ വി എം സുധീരൻ എന്ന് പറയുന്ന കപട ആദർശവാദി, അത് അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കപട ആദർശവാദിയായിട്ടുള്ള ഇത്തരം ഒരു നേതാവിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം അണപൊട്ടി ഒഴുകുകയാണ്.
ഇയാൾ കോൺഗ്രസിന്റെ അന്തകനാണ്, ഉമ്മൻചാണ്ടിയെ തകർത്ത പോലെ VD സതീശൻ സർക്കാരിനെ തകർക്കാൻ വന്നാൽ വിവരം അറിയും തുടങ്ങിയിട്ടുള്ള കമന്റുകൾ അങ്ങനെ നിറയുമ്പോൾ VM സുധീരൻ മൗനം പാലിക്കുകയാണ്. അദ്ദേഹത്തിന് ഉത്തരം മുട്ടിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ VM സുധീരന് ഉത്തരം മുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.